അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഷവർമ കുബൂസ് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അതിൻ്റെ കൂടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഷവർമയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കുബൂസിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ കുബൂസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഷവർമക്ക് യൂസ് ചെയ്യുന്ന സമയത്ത്. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ആദ്യം പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ വെള്ളത്തിലും നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളമാകുമ്പോൾ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആകും. ആ മാവിന് കുറഞ്ഞൊരു ചൂടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നിങ്ങൾ ഈസ്റ്റ് സാധാരണ ഈസ്റ്റാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഈസ്റ്റ് നിങ്ങൾ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് നിങ്ങളൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെക്കുക. പിന്നെ മാവിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ ആ ഒരു മധുരം കൂടിപ്പോവും. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പൊങ്ങാനായിട്ടൊന്ന് അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് ഓരോ ടെമ്പറേച്ചറിനനുസരിച്ചായിരിക്കും പൊങ്ങി വരേണ്ട ടൈം കേട്ടോ. ചിലപ്പോൾ 1 മണിക്കൂർ, നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. കുറച്ച് തണുപ്പുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴാണ് പൊങ്ങി വരുന്നത് അതിനനുസരിച്ചിട്ട് ആ സമയത്ത് എടുത്തിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്കിവിടെ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ 1 മണിക്കൂറാകുമ്പോൾ തന്നെ ഇതുപോലെ ആയി വരും. അപ്പോൾ ഇനി കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പൊടി ഇട്ടിട്ടാണ് ഞാൻ കുഴക്കുന്നത് കേട്ടോ, അല്ലാണ്ട് ഓയിൽ ഒഴിച്ചിട്ടല്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഉരുളകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വലിയ ഉരുളകളാക്കിയിട്ടല്ല ഞാൻ എടുക്കുന്നത് കേട്ടോ. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിലാക്കിയിട്ടുള്ള ബോളുകളാക്കിയിട്ടാണ് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 9 ഉരുളകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു അളവിന്ന്. അപ്പം നമുക്ക് ഓരോന്നെടുത്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെ കേട്ടോ. സാധാരണ കുബൂസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയിലാണ് നമ്മൾ പരത്തിയെടുക്കാറുള്ളത്. ഈ ഷവർമയുടെ കുബൂസ് ഉണ്ടാക്കുന്ന സമയത്ത് കട്ടിയില്ലാണ്ട് ചപ്പാത്തിയുടെ ആ ഒരു കനത്തിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നൈസായിട്ടുള്ള ഈ കുബൂസിൽ ഉണ്ടാക്കുന്ന ഷവർമയാണ് കൂടുതൽ ടേസ്റ്റ്. മറ്റേ സാധാരണ കുബൂസിലാകുമ്പോൾ ആ കുബൂസിൻ്റെ ടേസ്റ്റ് ആവും കൂടുതലായിട്ട് മുന്നിലുണ്ടാവുക. ഇങ്ങനെയാവുമ്പോൾ കുബൂസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഷവർമയുടെ ആ ഒരു നല്ല ടേസ്റ്റ് കാരണം. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സാധാരണ കുബൂസിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ടാവും എല്ലാവരും. ഇതുപോലെ കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ നിങ്ങൾ പരത്തുന്ന സമയത്ത് തന്നെ ഓരോന്ന് നിങ്ങൾക്ക് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുറച്ച് പരത്തിയിട്ടാണ് ചുട്ടെടുക്കുന്നത്. മറ്റേ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ പരത്തുന്ന സമയത്ത് തന്നെ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടെല്ലാം കഴിയൂട്ടോ. ഇനി ഒരു തവ ചൂടാക്കിയിട്ട് ഞാനിത് ചുട്ടെടുക്കുന്നുണ്ട്. തവയിലോ പാനിലോ ദോശക്കല്ലിലോ ഒക്കെ നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ഇതിൽ മാത്രം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തവ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. ഓരോ ഭാഗം റെഡിയാവുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കുന്ന സമയത്ത് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് പൊങ്ങാനായിട്ട് കുറച്ച് ഷുഗർ ചേർക്കും. പിന്നെ നമ്മൾ പറഞ്ഞ മാവിലേക്ക് ചേർക്കേണ്ട ഷുഗറാവും പിന്നെയും ചേർക്കുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ അളവ് കൂടിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ സാധാരണ ഈസ്റ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് പൊങ്ങാനായിട്ട് വെക്കുന്ന അത്രയും ഷുഗർ പിന്നെ നിങ്ങൾ ചേർക്കരുത് കേട്ടോ. ഷുഗർ ഒന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കെല്ലാം ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്ന അതേപോലെ തന്നെയാണ്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുപോലെ ചുട്ട് വെക്കുന്ന ഓരോ റൊട്ടി നിങ്ങൾ ഓപ്പണായിട്ട് വെക്കരുത്. ഒരു പാത്രം കൊണ്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അത് വേർപ്പുറ്റിയിട്ട്
വൃത്തികേടായി പോകും കേട്ടോ. അതുകൊണ്ടൊരു തുണി വെച്ചിട്ട് ടവൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി. നമ്മളിങ്ങനെ കാറ്റ് തട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബലം വെക്കും കേട്ടോ. ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഷവർമയുടെ കുബൂസ്. ഇത് നമുക്ക് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ കുബൂസ്. ഇപ്പോൾ ഷവർമക്ക് മാത്രം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ കുബൂസിലേക്ക് ഒഴിക്കുന്ന ഏത് കറി ഒഴിച്ചിട്ടും നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരിതാണ്. അപ്പോൾ എല്ലാം ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കുബൂസാണ് കേട്ടോ. കണ്ട ചപ്പാത്തി പോലെയാണെങ്കിലും കഴിക്കുമ്പോൾ ഈസ്റ്റിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ കുബൂസിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് വരിക. ഇതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പൊടിയാണ് ചേർക്കുന്നത്. വെളുത്തുള്ളിയുടെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ചതച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിവിടെ ഇഞ്ചിയുടെ പൊടി വെളുത്തുള്ളിയുടെ പൊടിയൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിട്ട് അതിൻ്റെ ഒരു പേസ്റ്റ് എടുത്താൽ മതി. ഇനി ഒരു 1/2 ടീസ്പൂൺ അറബിക് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അറബിക് മസാല പറഞ്ഞാൽ നമ്മുടെ മന്തി മസാല കേട്ടോ. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാനൊന്ന് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു നാടൻ ചിക്കൻ ഫ്രൈഡ് ആ ഒരു ടേസ്റ്റ് ആവും കിട്ടുക. ഇതുപോലെ തന്നെ നിങ്ങൾ മസാലകളൊക്കെ ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ബോൺലെസ് ആയിട്ടുള്ള ഏത് ചിക്കനും എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ എല്ല് മാറ്റിയിട്ട് എടുത്താലും മതി. ഇനി നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മുക്കി ഫ്രൈ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചിക്കൻ്റെ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കുക്കിംഗ് ടൈം വളരെ കുറഞ്ഞ സമയം നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ടിട്ട് 2 ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ചിക്കനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തക്കാളി, അതുപോലെ ക്യാപ്സിക്കം, കുറച്ച് ലെറ്റ്യൂസ്, കുറച്ച് കക്കരിക്ക, ക്യാരറ്റൊക്കെ കേട്ടോ. അപ്പോൾ ഏത് വെജിറ്റബിൾസും നിങ്ങൾക്ക് എടുക്കുക. ക്യാബേജൊക്കെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മയണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മയണൈസ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ മയണൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. മയണൈസൊക്കെ നമുക്ക് മുട്ട ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ഷവർമ കുബൂസ് ഓരോന്നായിട്ട് എടുത്തിട്ട് കുറച്ച് ഗാർലിക് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഗാർലിക് സോസ് ഞാൻ നേരത്തെ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഒന്ന് പീസാക്കിയത്, അതുപോലെ വെജിറ്റബിൾസിൻ്റെ ഒരു മിക്സ്, അതുപോലെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഹോട്ട് സോസാണ് ഒഴിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഹോട്ട് സോസ് ആകുമ്പോൾ കുറച്ചൊരു ചെറുതായിട്ടൊരു എരിവും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അടിയൊന്ന് ഫോൾഡ് ചെയ്ത് മുകൾ ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് ചുരുട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഒരുപാടൊന്നും ചെയ്യണില്ല കേട്ടോ. വെറും 4 എണ്ണം മാത്രമേ ചെയ്യണുള്ളൂ. അതിനുള്ള ഒരു ചിക്കനെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ ഷവർമയുടെ കുബൂസൊക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാം, പുറത്തുനിന്നൊന്നും വാങ്ങിക്കാതെ. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഫ്രഷായിട്ട് തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. ഇതൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. മറ്റ് റെസിപ്പീസൊക്കെ നിങ്ങൾ കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.